ഗൈസ്, വെൽക്കം ബാക്ക് ടു ശ്രേയാസ് പാരഡൈസ്. അപ്പോൾ ഞാൻ ഇന്നൊരു കരിനാരങ്ങ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വലിയ നാരങ്ങയുടെ അച്ചാറായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടി എടുക്കുക, അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിൽ കുറച്ച് കടുകിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു 5-6 വെളുത്തുള്ളിയും കുഞ്ഞായിട്ടിരുന്ന ഇഞ്ചിയും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. നന്നായി ഒരു കുറച്ച് വാട്ടി വരുന്ന സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മുടെ കറിനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ കറിനാരങ്ങ നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും എല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം വെച്ചൊരു ബാറ്റർ നമ്മൾ കുറച്ച് നേരം വെക്കണം കറിനാരങ്ങ. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഒരു എണ്ണ പൊട്ടിച്ച് ചെയ്യാവുള്ളൂ, എന്നാലേ ആ പ്രോസസ്സിങ് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം അത് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുറയ്ക്കാം. ഡ്രൈ ആയിട്ടിരിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊരു ഗ്രേവി കിട്ടണമല്ലോ അച്ചാറാകുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിനാരങ്ങ അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ബായ്.